കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം വന്ന ദിവസമാണ് ഇന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം പൂർത്തിയാക്കാനാകൂ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. केंद्र सरकार शहर के गरीब परिवारों के लिए भी बहुत काम कर रही है. എന്റെ സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി എണ്ണി പറഞ്ഞു. തലസ്ഥാന നഗരത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന 3 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് പ്രതിവാര ട്രെയിനുകളും തൃശൂർ ഗുരുവായൂർ പാസഞ്ചറും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ താമ്പരം, ഹൈദരാബാദിലെ ചെർലാപ്പള്ളി എന്നിവിടങ്ങളിലേക്കും നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വഴി മംഗളൂരു ജംഗ്ഷനിലേക്കുമാണ് അമൃത് ഭാരത് സർവീസുകൾ നടത്തുക. അമൃത് ഭാരത് ട്രെയിനുകൾ കേരളത്തിന്റെ യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ തീർത്ഥാടകർക്ക് സഹായകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ റേഡിയോ സർജറി സെന്റർ, പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം, CSIR നിസ്റ്റ് ഇന്നോവേഷൻ, ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഹബ് തുടങ്ങിയ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.